കുറെ പെണ്ണുങ്ങളെ നല്ല സുഹൃത്തുക്കളായി കണ്ടു എന്നല്ലാതെ ബാലഭാസ്കരൻ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചു എന്ന് ഒരു പെണ്ണും പറയില്ല അച്ഛച്ച. തെറ്റി വീണ മുതലേ എന്റെ കുഞ്ഞിനെ ഞാൻ കാണുന്നതാ. വയസ്സ് 79 മനുഷ്യക്കൊരക്ക്. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞില്ല എന്ന് വേണ്ട, ഇന്നലെ വരെ ഈ കുടുംബ പ്രശ്നം ഒരു തമാശയായി അവൻ എടുത്തിട്ടുള്ളൂ. ഇന്നതിന്റെ നിറം മാറുന്നത് ഞാൻ കണ്ടു. അത് അപകടമാണ്. അവളെ അവളുടെ ചേട്ടനെയും ഞാൻ ഈ നാട് മുഴുവൻ തപ്പി, എങ്ങുമില്ല. ആളെ തിരിച്ചറിയാൻ വേണ്ടിയാ ഈ ചെകുത്താരെയും കൂടെ കൂട്ടിയത്. ചെകുത്താനോ? അയ്യോ, ചെകുത്താരെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. കുട്ടിച്ചാത്തൻ എന്നാ ശരിക്കും വിളിക്കേണ്ടത്. മറ്റേ കുട്ടിച്ചാത്തനെയും കൊണ്ട് അളിയൻ വേറെ വിളിക്ക് അവളെ തപ്പാൻ പോയിരിക്കുക. അവരൂടെ വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അവളെ കൊണ്ട് നിന്റെ പണം വാങ്ങിച്ച് പ്രോനോട്ട് എഴുത്തുന്ന ആ തെണ്ടി അവളുടെ ചേട്ടനും ചേച്ചിയൊന്നുമല്ല. അവനൊരു ക്രിമിനലാ. ക്രിമിനൽ, പേര് ആൽബർട്ട്. അറിഞ്ഞിടത്തോളം ബാലഭാസ്കരേട്ടൻ വലിയൊരു അപകടത്തിലാ. അവരെന്ത് ചെയ്യാനും മടിക്കാത്തവരാ. ഇനി അങ്ങനെ അധികം വെളിയിലേക്കൊന്നും പോണ്ട. ഇല്ലടാ, പോണം. ഏതായാലും ഒരു പ്രാവശ്യം കൂടി മരിക്കാൻ ഞാൻ തീരുമാനിച്ചു. മരിക്കണം. ഇപ്രാവശ്യം അവൻ ശരിക്കും മരിക്കണം. ഇറങ്ങി നടത്തം വീണ്ടും തുടങ്ങി എന്നല്ലേ അവൻ പറഞ്ഞത്. അപ്പോ അതാണ് ഏറ്റവും നല്ല വഴി. അവൻ അധിക ദൂരം നടന്നു വരാനൊന്നും കാത്തു നിൽക്കണ്ട. ബംഗ്ലാവിന്റെ ഗേറ്റ് കിടന്ന് അപ്പ തട്ടിക്കോ. അത് ചിലപ്പോ നടന്നില്ല എന്ന് വരും. അതെന്താ? അവിടെ വണ്ടി ഒളിപ്പിച്ചിടാനുള്ള സ്ഥലം പോരാ. അതിന് നമ്മൾ യുദ്ധം ചെയ്യാനൊന്നും അല്ലല്ലോ പോകുന്നത്. ഒരാളെ കൊല്ലാനല്ലേ. കിട്ടുന്ന സ്ഥലത്തിട്ട് കൊല്ലുക, അത്രേ ഉള്ളൂ. അപ്പോ നാളെ ബാലഭാസ്കറിന്റെ 2ാം മരണം. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം റെഡിയാണ്. കൊച്ചുമുതലാളി എന്ത് ചെയ്യാ? അവൻ നേരത്തെ ഉറങ്ങി. ഇതെന്തായി നാർക്കും ഉറക്കമില്ലേ? കമ്പനിയിൽ എല്ലാരും ഒന്നായിട്ട് അവന്റെ പിന്നാലെ പോകേണ്ട ഒരാവശ്യമില്ല. എത്ര മണിക്കാ മുതലാളി കൊച്ചുമുതലാളിയുടെ നടത്തം? ഏതാണ്ട് 5:30, 6 ആകും. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഇറങ്ങി നടന്നാൽ കൊല്ലാൻ കാത്തിക്കുന്ന ഒരു വടിയാവും. അത് നേരാ. കഴിഞ്ഞ തവണ മരിച്ചുപോയ അതേ സമയത്ത് തന്നെ ഇറങ്ങി നടക്കണം. അത് കണക്കാക്കിയായിരിക്കും ഭാസ്കരേട്ടൻ അലാറം വെച്ചിരിക്കുന്നത്. ആൽബർട്ട്, എഴുന്നേക്ക്. എഴുന്നേക്ക്. അത് ശരി. അപ്പൊ ഇത്രയും കാലം ഉറക്കത്തിലല്ല അല്ലേ എണീറ്റ് നടന്നത്? നിനക്ക് കണ്ട എന്റെ ശവമല്ലേ? കാണിച്ചേരാടി. പോ. എന്താ അച്ഛാ ഇത്? അവൻ പൊക്കോട്ടെ, മോള് പോയി കിടന്നു. അന്ന് എന്റെ മോനെ ഇടിച്ചിട്ട് അതേ ആൾക്കാര് തന്നെ ഇന്നും വാനും കൊണ്ട് വന്നാണ് ഇടിച്ചു വീഴ്ത്തണേ എന്റെ ഗുരുവായൂരപ്പ. ഓൾ ദ ബെസ്റ്റ്. അവനത് അവിടെ തട്ടി നിൽക്കുന്നു. ഫുൾ സ്പീഡിൽ ചെന്ന് ഒരു ഇടി കൊടുത്ത് ഓടിച്ചു പോ. ഇത്തവണ ശവം മോർച്ചറിൽ പോലും എത്തരുത്.
നീയാണാടാ തെണ്ടി ഇതൊക്കെ ഒപ്പിച്ചത്. എന്റെ 20 ലക്ഷം എവിടാ?